പക്ഷെ ലൈറ്റിങ്ങിന് വേണ്ടത്ര ശ്രദ്ധ പോരാ. ചില ആളുകൾ പറയുന്നില്ല തലവേദന വരുന്നവരെ ലൈറ്റുകൾ, അതിനെ കുറിച്ച് എന്താ പറയാ? അല്ല, വീടിന്റെ അകത്ത് അത്ര ഹൈ UGR ലൈറ്റ് വേണ്ട. അതാണ് നമുക്ക് ഇത് നമ്മളെക്കാൾ ദോഷം നമ്മുടെ കുട്ടികൾക്കാണ്. കാരണം വളർന്നു വരുന്ന എന്താണ് ഈ ആശയം ഇതുകൊണ്ടൊക്കെ എന്താണ് ഈ ലൈറ്റിംഗ് കൺസൾട്ടന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഡോക്ടറാണെങ്കിൽ നമുക്ക് അസുഖം കൺസൾട്ട് ചെയ്യാം. സാധാരണ ഒരു വീട്ടിൽ തലവേദന എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കുക ഭാര്യ തലവേദന, അങ്ങനല്ല. ഹലോ, നമ്മൾ പണ്ടൊക്കെ കണ്ടിരുന്നത് നമ്മളെ ഡോക്ടർമാരെ കൺസൾട്ടൻറ്റ്, അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സ്, ആർക്കിടെക്റ്റ്, വീടുണ്ടാക്കാൻ അല്ലെങ്കിൽ ഡോക്ടർമാർ, അങ്ങനെ ഒരുപാട് മെക്കാനിക്സ് ഓരോ മേഖലയായിരുന്നു. ഇന്നിപ്പോൾ കാലങ്ങളൊക്കെ പുരോഗമനം വന്നപ്പോൾ ലൈറ്റ് കൺസൾട്ടൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾ ലൈറ്റിംഗ് എഞ്ചിനീയറിംഗ്. അപ്പോൾ നമുക്ക് സത്യം പറയുകയാണെങ്കിൽ വീടൊരുക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. നമ്മുടെ ചാനൽ പ്രത്യേകിച്ച് വീടൊരുക്കുന്ന ആളുകൾക്കുള്ള ചാനലാണ്. നമ്മുടെ ചാനൽ കാണുന്ന ആളുകളൊക്കെ വീടൊരുക്കുന്ന ആളുകളാണ്. ഞാൻ സിൽവാൻ മുസ്തഫ. ഫസ്റ്റ് കാണുന്ന ആളുകൾ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് യാഷിൻ്റെ അടുത്താണ്. ഹായ് യാഷ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈറ്റ് കൺസൾട്ടൻ്റ് ആണ്. ലൈറ്റിനെ കുറിച്ചിട്ട് ഡീപ്പായിട്ട് പഠിക്കുകയും അത് വീട്ടിൽ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ നമുക്ക് ഉറങ്ങുന്ന ഭാഗത്ത് ഏത് ലൈറ്റ് വെക്കണം, ഉണരുന്ന ഭാഗത്ത് ഏത് ലൈറ്റ് വെക്കണം, എനർജി ആവാൻ ഏത് ലൈറ്റ് വെക്കണം, നമ്മൾ എന്താ പറയുക മോട്ടിവേഷൻ കിട്ടാൻ ഏത് ലൈറ്റ് വെക്കണം എന്നൊക്കെ പറയുന്ന ഒരാളാണ്. സത്യത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുണ്ട്. എന്താണ് ഈ ആശയം ഇതുകൊണ്ടൊക്കെ? എന്താണ് ഈ ലൈറ്റിംഗ് കൺസൾട്ടൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഡോക്ടറാണെങ്കിൽ നമുക്ക് അസുഖം കൺസൾട്ട് ചെയ്യാം. ലൈറ്റിംഗ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണ്. അത് സ്വാഭാവികമായിട്ടും ആൾക്കാർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം മുസ്തഫയുടെ നിന്ന് കേട്ടതിൽ സന്തോഷമുണ്ട്. ഞാൻ സിംപ്ലി ഒരു കാര്യം ചോദിക്കാം. മുസ്തഫ മാരീഡ് ആണോ? ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മളൊരു ഷോപ്പിങ്ങിന് പോയി, ഓക്കെ, സോ മനസ്സിന് ഇഷ്ടപ്പെട്ടു, ഭാര്യയായിട്ട് ചേർന്ന് ഷോപ്പിങ്ങിന് പോയി, മനസ്സിന് ഇഷ്ടപ്പെട്ടു, ഒരു ചുരിദാർ മേടിച്ചു, വീട്ടിലെത്തി. അപ്പോൾ അടുത്ത ദിവസം നോക്കുമ്പോൾ ആ ചുരിദാറിന്റെ കളറ് നമ്മൾ മേടിക്കുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുത്താൻ കാരണമായ കളർ എന്താണ്, അതല്ല അടുത്ത ദിവസം നമ്മൾ കാണുന്നത് വീട്ടിലെത്തുമ്പോൾ. അങ്ങനെ ഒരു അവസ്ഥ എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് മാത്രമല്ല, ചിലപ്പോൾ തല്ലും കിട്ടിയിട്ടുണ്ട് വൈഫിനോട്. പച്ച മതിയായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് വീട്ടിലെത്തുമ്പോൾ പച്ച ആയിട്ടുണ്ടാവില്ല, പിസ്തായിട്ടുണ്ടാവും. ആ കളർ അത് എല്ലാവരും പറയും ടെക്സ്റ്റൈൽസിലെ ലൈറ്റിന്റെ കളർ എന്താ? അത് അതിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് CRI എന്ന് പറയും, കളർ റെൻഡറിങ് ഇൻഡെക്സ്. ഇപ്പൊ നമ്മള് വെള്ള, പച്ച, മഞ്ഞ, ചുവപ്പ് എന്നൊക്കെ പറയും. അത് നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഈ പേരുകളൊക്കെ. പക്ഷേ ചുവപ്പിൽ തന്നെ ഒരുപാട് ചുവപ്പുകളുണ്ട്, പച്ചയിൽ തന്നെ ഒരുപാട് പച്ചകളുണ്ട്. സോ ഈ കളറൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് സൂര്യൻ ആ പ്രൊഡക്റ്റിലോട്ട് ആ ലൈറ്റ് പ്രകാശിപ്പിക്കുമ്പോൾ അതിന്റെ പ്രതിബിംബമാണ് നമ്മുടെ കണ്ണിലുകളിലേക്ക് ഈ കളറുകളായിട്ട് വരുന്നത്. സോ എന്നതുപോലെ നമ്മളൊരു ഷോറൂമിന്റെ അകത്ത് നിൽക്കുമ്പോൾ അവിടുത്തെ ആ ലൈറ്റുകൾ ഇതിൽ കൊണ്ട് നമ്മുടെ കണ്ണിലേക്ക് പ്രതിബിംബമായിട്ട് വരുമ്പോൾ ഈ വ്യത്യാസം നമുക്കുണ്ടാവും. അത് ഏത് തരം ലൈറ്റാണോ ഇതിലോട്ടേക്ക് വരുന്നത് അതിനനുസരിച്ചിട്ട്. സോ ഓരോ ലാമ്പുകൾക്കും അതിന്റെ കളർ റെൻഡറിങ് ഇൻഡെക്സ് ഉണ്ട്. ഇപ്പൊ ഇതൊക്കെ അളക്കാനുള്ള മാർഗങ്ങൾ ആ കാലഘട്ടമൊക്കെ മാറി. അപ്പോ നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ഇപ്പം പറഞ്ഞതുപോലെ മുസ്തഫ ഒരു ചുരിദാർ മേടിച്ചു. മുസ്തഫ ആ ചുരിദാർ കാണുന്നത് ഈ കളർ റെൻഡറിങ് ഇൻഡെക്സ്, നമുക്കതിനെ CRI ചുരുക്കിയിട്ട് വിളിക്കാം. ഈ CRI 70 നിങ്ങൾ കാണുന്നതെങ്കിൽ അടുത്ത ദിവസം നമ്മൾ വീട്ടിലെത്തുമ്പോൾ രാവിലെ ആകുമ്പോൾ CRI 100 ആണ്. കാരണം സൂര്യൻ എപ്പോഴും എക്സാക്ട് ആണല്ലോ. ദൈവത്തിന്റെ നിർമ്മിതികളെല്ലാം അത് 100%. മനുഷ്യർക്കാണല്ലോ പരിമിതികൾ. സോ ഈ 70 CRI കണ്ട ഗ്രീൻ ആയിരിക്കില്ല സൂര്യന്റെ CRI നമ്മൾ കാണും. അതാണ് ആക്ച്വൽ കളർ. നമ്മൾ വൈഫ് പറഞ്ഞാൽ നമ്മൾ പറ്റിച്ചതല്ല, പറ്റിക്കപ്പെട്ടു എന്നുള്ള ധാരണ പല ആളുകൾക്കുണ്ടാവും. അത് ഇതോടുകൂടെ മാറിക്കിട്ടും. നമ്മളെ ശരിക്കും പറ്റിച്ചത് ആ ഷോറൂമിലെ ലൈറ്റപ്പാണ്. അപ്പോൾ ഈ CRI എന്നുള്ള ഘടകം പലപ്പോഴും ആൾക്കാർ പരിഗണിക്കുന്നില്ല. പക്ഷെ ആ CRI കൃത്യമായിരുന്നെങ്കിൽ നമുക്ക് ഏറ്റവും മിഴിവുള്ള നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് നമ്മുടെ വീടിന്റെ അകത്തോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിന്റെ അകത്തൊക്കെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അതിനാണ് ഈ ലൈറ്റ് കൺസൾട്ടന്റ്. അത്തരം സ്ഥലങ്ങളിൽ നിങ്ങളെ സഹായിക്കാനുള്ളവരാണ് ലൈറ്റിംഗ് കൺസൾട്ടന്റ്. അതായത് നിങ്ങൾക്ക് പക്ഷെ ഈ CRI നമ്മൾ ചില സ്ഥലങ്ങളിൽ കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് ഏത് സ്ഥലങ്ങളിലാണ് നമ്മൾ കുറയ്ക്കേണ്ടത്, ഏത് സ്ഥലങ്ങളിലാണ് നമ്മൾ കൂട്ടേണ്ടത്, ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് പഠിച്ച് അത് നടപ്പിലാക്കുന്നവരാണ് ഈ ലൈറ്റിംഗ് കൺസൾട്ടൻസ്. ഇപ്പൊ നിങ്ങൾ സിൽവാന്റെ ജിഫെക്സ് ബ്രാൻഡിനെ പ്രതിദാനം ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഈ സർവീസ് കിട്ടും, വീടുണ്ടാക്കുന്ന എല്ലാവർക്കും? തീർച്ചയായിട്ടും. അത് കൊമേഴ്ഷ്യൽ സ്പേസ് ആവട്ടെ, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ആവട്ടെ,
ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതൊരാൾക്കും ഇപ്പൊ മുസ്തുക്ക വീട് വെക്കുമ്പോൾ മുസ്തുക്കൊക്കെ ഒരു ആശയം ഉണ്ടാവും, എന്റെ വീട് ഇങ്ങനെയാവണം, ഇന്നേ ഭാഗത്ത് ലൈറ്റ് ഉണ്ടാവണം. അപ്പം അത് മുസ്തുക്കൻ്റെ ഒരു ആശയമാണ്. അതിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാം. അതായത് അതിന്റെ മുകളിൽ ഒരു പൊൻതൂവൽ, ഒരു ലഡുവിന്റെ മുകളിൽ മുന്തിരി നമ്മൾ എന്ത് ചെയ്യും, ഇതും കൂടെ അങ്ങോട്ട് വെച്ച്. അപ്പം എന്താണോ മുസ്തുഖാന്റെ ആശയം അതിന് ഏറ്റവും ഭംഗിയായിട്ട് നടപ്പിലാക്കുക, എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഒരു കൺസൾട്ടൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. സോ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ അത് ശാസ്ത്രീയമായിട്ട്, ഇപ്പം എൻ്റെ മനസ്സിലൊരു ആശയമുണ്ട്, എനിക്ക് ഇത്ര വെളിച്ചം ഇവിടെ വേണം, അപ്പൊ ആ ആശയം മുസ്തുഖാന്റെ മനസ്സിലുള്ളതെങ്കിൽ പലരോട് ചോദിക്കണം, ചിലപ്പോൾ അത് നടപ്പിലായിക്കൊള്ളുന്നില്ല, ഒരു ഊഹമായിരിക്കും ഇതൊക്കെ. പക്ഷേ ഒരു ടെക്നിക്കൽ ടീം, ഒരു കൺസൾട്ടന്റ് സ്വാഭാവികമായിട്ടും അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ പഠിച്ച് പരിചയിച്ച ആളായിരിക്കും. സോ അത്തരം ഘട്ടങ്ങളിൽ നിങ്ങളുടെ ആ ആഗ്രഹങ്ങളെ പൂർണ്ണമായിട്ടും, നമ്മൾ പറയട്ടില്ലേ ഡ്രീംസ് ബിക്കം ട്രൂ എന്നൊക്കെ പറയുന്നത്, എന്ന് പറയുന്ന പോലെ നമ്മുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ സഹായിക്കുന്നവരാണ് ശരിക്കും ഞങ്ങൾ. അത് ഒരു ഫോൺ കോളിൽ തന്നെ നിങ്ങൾക്ക് തീർക്കാവുന്നതേ. പ്രൊജക്ട് ജിഫക്സിനെ അല്ലെങ്കിൽ സിൽവാൻ ലൈറ്റിനൊക്കെ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങളത് ഫ്രീ കൺസൾട്ടൻസ്. തീർച്ചയായും നമ്മൾ സത്യത്തിൽ ഞങ്ങൾ അത് ചെയ്യുന്നത്, നമ്മുടെ നാട്ടിൽ ഇപ്പം നിലവിൽ അങ്ങനെ ഒരു സംവിധാനം ഇല്ല. സിൽവാനാണ് ആദ്യമായിട്ട് ഈ സംവിധാനം കൊണ്ടുവന്നത്. ഇതൊരു ടീമാണ്. അതായത് അതിൽ കൺസൾട്ടൻസ് ഉണ്ട്, ഡിസൈനേഴ്സ് ഉണ്ട്, ലൈറ്റിംഗ് എഞ്ചിനീയേഴ്സ് ഉണ്ട്. സോ ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ടീം വർക്കാണ്. അപ്പോൾ നിങ്ങൾ എനിക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്, സപ്പോസ് മുസ്തുക്ക വിളിക്കുകയാണ്, എനിക്കൊരു വീട് വെക്കണം, ഓക്കെ, എനിക്ക് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ടീം അവിടെ വരികയും നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ട്സും തരികയും അതിന് വേണ്ട ഐഡിയാസൊക്കെ നിങ്ങളൊരു ഷെയർ ചെയ്യുകയും, അതായത് നിങ്ങളുടെ ഐഡിയകളും നമ്മുടെ ഐഡിയകളും സമന്വയിപ്പിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ടൊരു പുതിയൊരു ആശയം രൂപീകരിക്കുക. അതിപ്പോൾ വീട് വെച്ചിട്ട് അബദ്ധമായി, ഇന്ന ഭാഗത്ത് ഭയങ്കര വെളിച്ചായി ഉറക്കിട്ട് ഞാനൊക്കെ പറഞ്ഞില്ലൊക്കെ ബെറ്റർ. വീട് വെക്കുന്ന തുടങ്ങുമ്പോൾ തന്നെ പ്ലാൻ വരുമ്പോൾ തന്നെ ഇതുപോലത്തെ ഒരു കൺസൾട്ടിങ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വീട് ഉറങ്ങുന്ന സ്ഥലത്ത് വേറെ മൂഡ് അല്ലേ, ഓരോ സ്ഥലത്ത് വേറെ മൂഡായിട്ട് ചെയ്യും. ചില ആളുകൾ പറയുന്നില്ല തലവേദന വരുന്ന വേറെ ലൈറ്റുകൾ, അതിനെ കുറിച്ച് എന്താ പറയാം? അല്ല, ഞാൻ കേട്ടില്ല. ഞാൻ പറഞ്ഞു സാധാരണ ഒരു വീട്ടിൽ തലവേദന എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചിന്തിക്കുക ഭാര്യ തലവേദന എന്ന്. അങ്ങനല്ല കേട്ടോ, തെറ്റിദ്ധാരണയാണത്. ഭാര്യ പൊളിയാണ്, എല്ലാവരും ഭാര്യ അടിപൊളിയാണ്. ഞാൻ പറഞ്ഞത് ചില വീട്ടിൽ കയറി നമുക്ക് തലവേദന എടുക്കും. അതെന്താ കാരണം? ഭാര്യ അല്ല, ഭാര്യ പൊളിയാണ്. ഇനി അത് പറയണ്ട, വേറെ എന്തെങ്കിലും. എന്തായാലും മുസ്തുഖാന്റെ നർമ്മ എനിക്ക് ഇഷ്ടമായി, വളരെ രസകരമായിട്ട് പോകുന്നു. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ തിരിച്ചറിയുന്നത്, ഒരുപാട് സത്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ നമുക്ക് അതിലോട്ടൊന്നും കണ്ണ് കൊണ്ടുപോകേണ്ട, അല്ലെങ്കിൽ നമുക്ക് കണ്ണെത്തണ്ട എന്നുള്ളൊരു ചിന്തകൾ പോലെ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. കാരണം നമ്മളെപ്പോഴും പരിഗണിക്കുന്ന ഘടകങ്ങൾ പ്രൈസ് ആയിരിക്കാം. പലപ്പോഴും പ്രൈസ് തന്നെയാണ് ഈ ഇലക്ട്രിക്കൽ ലൈറ്റിംഗ് മേഖലയിൽ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മേടിക്കുക, ഏറ്റവും വില കുറഞ്ഞ പ്രൊഡക്റ്റ്. ചീപ്പ് എന്ന് ഉദ്ദേശിച്ചത് ക്വാളിറ്റി അല്ല, ഏറ്റവും വില കുറഞ്ഞ പ്രൊഡക്റ്റ് മേടിക്കുക, ഈ വിലയിൽ തമ്മിൽ മത്സരിക്കുക. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കാര്യമുണ്ട്, ഒരു പ്രൊഡക്റ്റിന്റെ വില കുറക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. അതിനുവേണ്ടി എന്താണോ സ്പെൻഡ് ചെയ്യുന്നത് അത് കുറക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു സപ്പോസ് ഒരു LED ലൈറ്റിന്റെ വില കുറക്കണമെങ്കിൽ അതിന്റെ ഇന്റേണൽ കോമ്പോണൻസിന്റെ വില കുറക്കുക, അതിന്റെ മേക്കിംഗ് ക്വാളിറ്റി കുറക്കുക. ഇത് മാത്രമേ നിർവാഹം. സോ അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ഈ തലവേദന. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ UGR എന്ന് പറയും, ഞങ്ങളുടെ ടെക്നിക്കൽ ടെർമിനോളജി UGR, യൂണിഫൈഡ് ഗ്ലെയർ ഇൻഡെക്സ് എന്നാണ് നമ്മൾ അതിന്റെ ഫുൾ ഫോം. അതായത് ഒരു ലൈറ്റ് പ്രകാശിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് അനുഭവപ്പെടാവുന്ന ഡിസ്കംഫേർട്ടിനെ അളക്കാനുള്ള ഒരു മാനദണ്ഡമാണ്, ഒരു പാരാമീറ്ററാണ് ഈ UGR. UGR ഒരു 16 മുകളിൽ നമുക്ക് പറ്റില്ല, നമ്മുടെ കണ്ണുകൾക്ക് പറ്റില്ല. അത് നമ്മുടെ കണ്ണുകൾക്ക് നല്ല സ്ട്രെയിൻ ഉണ്ടാക്കുകയും അതുവഴി നമുക്ക് തലവേദന വരികയും ചെയ്യും. അങ്ങനെ ഒരു ഘടകമുണ്ട്. ചില വോയിസ് ഒക്കെ ഓവറായി കഴിഞ്ഞാൽ നമ്മൾ ചെവിക്ക് ബാധിക്കുന്ന പോലെ കണ്ണിന് അങ്ങനെ പ്രശ്നമില്ല. തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾക്ക്, ഞാനടക്കം ഒരുപാട് ആളുകൾക്ക് പുതിയ അറിവായിരിക്കും. ചില UGR നമ്മളെ വീട്ടിൽ കൂടുതലാണെങ്കിൽ നമുക്ക് കണ്ണ് കുത്തുന്ന ലൈറ്റ് നമ്മൾ മലയാള ഭാഷയിൽ പറയുകയാണെങ്കിലും അതിന്റെ ടെർമിനോളജി ഇങ്ങനെയാണല്ലേ UGR. കണ്ണിക്കുത്തുക എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ UGR എന്നുള്ള രീതിയിൽ പറയുന്നത്. പക്ഷെ ഇതിൽ വേറൊരു കാര്യമുണ്ട്, ചില സ്ഥലങ്ങളിൽ നമുക്ക് ഹൈ UGR വേണ്ടി വരും. ഇപ്പോൾ ഒരു മാസ് ലൈറ്റ്, ഈ മാസ് ലൈറ്റ് എന്ന് പറയുന്നത് വളരെ ഹൈറ്റിൽ, ഒരു 5 മീറ്റർ 6 മീറ്റർ ഹൈറ്റിൽ ഒരു സിറ്റിയുടെ നടുക്കായിരിക്കും ഉണ്ടാവുക. അവിടെ നമുക്ക് ഉയർന്ന UGR വേണ്ടി വരും. കാരണം എന്നാലാണ് അത്രയും താഴേക്ക് ആ ലൈറ്റ് സ്പ്രെഡ് ആകത്തുള്ളൂ. പക്ഷെ നമ്മുടെ വീടിൻ്റെ അകത്ത്
ഒരു 2000-3000 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ അകത്ത് അത്ര ഹൈ UGR ലൈറ്റ് വേണ്ട. അതാണ് നമുക്ക് ഇത് നമ്മളെക്കാൾ ദോഷം നമ്മുടെ കുട്ടികൾക്കാണ്. കാരണം വളർന്നു വരുന്നത് നമ്മളിപ്പോഴൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ചെറിയൊരു 3 വയസ്സ് 4 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് കാണുന്നുണ്ടാവും. മുസ്തഫയുടെ കുട്ടിക്കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഇല്ല ഞാൻ ഒരു മൊബൈൽ ഗെയിം ഒക്കെ കളിച്ചിട്ടാണ്. അത് മാത്രമല്ല, കാരണം ഒരു രാത്രി ആകുമ്പോൾ നമ്മൾ ഒരു 6 മണിക്ക് ഓൺ ചെയ്ത ലൈറ്റ് ഒരു 12 മണി വരെ ഒരു 10 മണി വരെ എന്തായാലും കുട്ടികൾ അതിൻ്റെ അകത്താണ് കളിക്കുന്നത്. അതിനുശേഷം പിന്നെ ഫോണും മറ്റുള്ള കാര്യങ്ങളായിട്ട്. സോ എല്ലാം നമ്മുടെ ചുറ്റുമുള്ളതിൽ ഭൂരിഭാഗം കാര്യങ്ങളും നമുക്ക് ഉപയോഗമുണ്ടെങ്കിലും അല്ലെങ്കിൽ ഉപകാരമുണ്ടെങ്കിലും അതിനൊരു ഉപദ്രവമുണ്ട്. എല്ലാത്തിനും ചില സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പോൾ പരമാവധി നമുക്കിത് കുറക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ നമ്മളത് കുറക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ലെസ് ദാൻ 16 UGR വരുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കണ്ണിന് കംഫർട്ടബിൾ ആണ്. അപ്പം ഞങ്ങൾ ചെയ്യുന്ന ബ്രാൻഡിൽ ജിഫെക്സ്, ഞങ്ങളുടെ സിൽവാന സ്വന്തം ബ്രാൻഡ്. സോ ഈ ജിഫെക്സ് എന്നുള്ള ബ്രാൻഡിന്റെ എല്ലാ ലൈറ്റുകളും 15 താഴെ ലെസ് ദാൻ 15 UGR വരുന്ന പ്രൊഡക്റ്റുകളാണ്. അത് നല്ലൊരു അറിവാണ്. കാരണം ജിഫെക്സിലെ ലൈറ്റ് ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെനിക്കറിയില്ലായിരുന്നു ഈ UGR. കാരണം അതിന്റെ ടെക്നോളജി എനിക്കറിയില്ലല്ലോ. ഞാൻ പറഞ്ഞത് ടെക്നോളജി ആ UGR കുറഞ്ഞതാകുമ്പോൾ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഹെൽത്തി ആയിട്ടുള്ള ലൈറ്റും കൂടെയാണ് വേണമെങ്കിൽ പറയാല്ലേ. ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഞങ്ങളൊരു കസ്റ്റമർ, കൊച്ചിയിലൊരു കസ്റ്റമർ, അദ്ദേഹത്തിന്റെ വീട് ലൈറ്റ് അപ്പ് ചെയ്യാൻ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ ലൈറ്റൊക്കെ ഡിസൈഡ് ചെയ്തു. അപ്പോൾ അദ്ദേഹം 1-2 സ്ഥലങ്ങളിൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്തൊരു പ്രൊഡക്റ്റ് വേറെ ഒരു പ്രൊജക്ട് ടീം അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരിൽ നിന്ന് സിമിലർ മോഡൽ ഒരു 3-4 ലൈറ്റുകളും അദ്ദേഹം 2 ഭാഗങ്ങളിലായിട്ട് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, യാഷ് നിങ്ങളുടെ പ്രോഡക്റ്റ് അത്ര വെളിച്ചം പോരാ. ഇതാണ് അദ്ദേഹത്തിന്റെ കംപ്ലൈൻറ്റ്. ആ പ്രൊഡക്റ്റിന് നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ടെക്നിക്കലി അവെയറാണ്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് അതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമുക്ക് ഉടനെ മനസ്സിലായി എന്താണ് ഇദ്ദേഹം പറയുന്നത്. ഒരു ഡോക്ടർ മുമ്പിൽ നമ്മൾ പോയിട്ട് ഭയങ്കര തലവേദന എന്ന് പറയുമ്പോൾ നമ്മുടെ ചുണ്ട് കണ്ട് അവർ മനസ്സിലാക്കും ഇയാൾക്ക് ഡീഹൈഡ്രേഷൻ കൊണ്ടുള്ള തലവേദനയാണോ അല്ലെങ്കിൽ കണ്ണിന്റെ പ്രശ്നം കൊണ്ടുള്ളതാണ്. കാരണം ചുണ്ട് ഡ്രൈ ആണെങ്കിൽ അയാൾ വെള്ളം കുടിക്കാറില്ല, അതുകൊണ്ടുണ്ടായ തലവേദന. എന്നതുപോലെ ഈ വെളിച്ചം കുറവെന്ന് അദ്ദേഹം പറയുമ്പോൾ നമുക്കിത് മനസ്സിലാവും എന്താണ് അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം എടുത്തിരിക്കുന്ന പ്രൊഡക്റ്റ് ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ആ സൈറ്റ് വിസിറ്റ് ചെയ്തു. അപ്പോൾ സൈറ്റ് വിസിറ്റ് ചെയ്ത സമയത്ത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. എൻ്റെ പ്രൊഡക്റ്റിന് എൻ്റെ ജിഫെക്സ് ബ്രാൻഡിന് വെളിച്ചം കുറവാണ്. പക്ഷെ അദ്ദേഹം മേടിച്ച മറ്റേ ബ്രാൻഡിന് നല്ല വെളിച്ചമുണ്ട്. പക്ഷെ ഈ വെളിച്ചം കണ്ണുകൾ അളക്കുന്നത് പോലെയല്ല മെഷീൻസ് അളക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതിന്റെ ലക്സ് മീറ്റർ കൈവശം ഉണ്ടായിരുന്നു. ഈ ലക്സ് മീറ്റർ വെച്ചിട്ട് ആ ലൈറ്റും ഞങ്ങൾ അളന്നു, ഈ ലൈറ്റും അളന്നു. രണ്ടും തുല്യമാണ്. ഒരു പക്ഷെ ഒരു പൊടിക്ക് അത് കുറവാ, അങ്ങനെ വേണം പറയാം. പക്ഷേ അദ്ദേഹം അപ്പോഴും പറയുന്നത് അതിന് വെളിച്ചം കൂടുതലാണ്, ഇതിന് വെളിച്ചം കുറവാണ്. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, നോക്ക് ആ വെളിച്ചം കണ്ട് എനിക്ക് അങ്ങോട്ട് നോക്കാൻ പോലും കഴിയുന്നില്ല. ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് നോക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് അദ്ദേഹം എന്ത് പറഞ്ഞത്, അത് വെളിച്ചം കൂടുതലാണ്. കാരണം നമ്മളത് നോക്കാൻ കഴിയുന്നുണ്ട്. സത്യത്തിൽ ലൈറ്റ് നമുക്ക് നോക്കാനല്ലേ കഴിയേണ്ടത് അല്ലേ? മറ്റേത് അദ്ദേഹത്തിന്റെ കണ്ണിനെ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈറ്റ് അദ്ദേഹത്തിന് കണ്ണിന് കാംനെസ് ആണ് കൊടുക്കുന്നത്. അദ്ദേഹം കാമായിരിക്കാണ് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു അതിന് വെളിച്ചം കൂടുതലാണ്. പിന്നെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും. അതെ, കാരണം നിങ്ങളെ പോലത്തെ കൺസൾട്ടന്റ് അത്യാവശ്യമാണ് ഒരു വീട്ടിൽ. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിന്റെ കൂടെ പറയണ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൊജക്ട് ഹാൻഡിൽ ചെയ്യുന്ന ആളാണ് യാഷ്. അദ്ദേഹത്തിന്റെ സമയം എടുത്തിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇന്റർവ്യൂ ആയിട്ട് എടുത്തിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് എഡ്യൂക്കേഷനാണ്. കാരണം വീട് ഒരുക്കുന്ന ആളുകൾ ഇപ്പോൾ നമ്മളെ വീട്ടിലെ പുതിയ വീട് ഒരുക്കുന്ന അല്ലെങ്കിൽ പോലും ഈ നോളജ്, ചില നോളജൊക്കെ എനിക്കും പുതിയതാണ് ഉള്ളത് പറയാനോ, നമ്മളെല്ലാം അറിഞ്ഞ ആളല്ലല്ലോ. ചില നോളജ് നമുക്കുള്ളത് നല്ലതാണ്. കാരണം ഇതൊക്കെ വളരെ ഉദാഹരണമാണ്. ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് അവിടെ നല്ല ലേറ്റ് ആണല്ലോ, അങ്ങോട്ട് നോക്കാൻ പോലും പറ്റുന്നില്ല. അത് നോക്കാൻ പറ്റുന്നില്ല, പിന്നെ ലേറ്റ് ഇട്ടിട്ട് ആസ്വദിക്കാൻ പറ്റില്ലല്ലോ. സത്യം പറയുകയാണെങ്കിൽ അത് നല്ലൊരു എഡ്യൂക്കേഷനാണ്. സോ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ. കാരണം ഈ ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും അവെയറല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വീട് പണിയുക, അതിൻ്റെ ഫ്ലോറിങ്ങിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കും. പലപ്പോഴും ഞാൻ കണ്ട കാഴ്ച പെയിന്റിങ്ങിൽ ഒരുപാട് ശ്രദ്ധിക്കും. പക്ഷെ ലൈറ്റിങ്ങിന് വേണ്ടത്ര ശ്രദ്ധ പോരാ. കുറഞ്ഞ ലൈറ്റ് കൊണ്ടുവരും, കാണാൻ ഭംഗിയുണ്ടെങ്കിൽ സൈഡിൽ കുറഞ്ഞ റേറ്റ് ആണെന്ന് കിട്ടുന്നത്. അതിൽ ചിപ്പും കാര്യങ്ങളൊക്കെ അതിൻ്റെ സ്വാധീനിക്കുന്നില്ല. എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു സ്റ്റോറി ഉണ്ട്. അദ്ദേഹം സൗദിയിലായിരുന്നു. അപ്പം സൗദിയിൽ നിന്ന് അദ്ദേഹം എപ്പോഴും ട്രാവൽ ചെയ്യും, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക്. അപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ദൂരെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ആ വാട്ടർ ടാങ്ക് രാത്രിയാണ് പുള്ളി അതിലെ പാസ് ചെയ്യുക. വരുമ്പോൾ ഒരു വഴിക്കും രാത്രി പോകുമ്പോൾ മറ്റൊരു വഴിക്കും. അപ്പോൾ ഈ വാട്ടർ ടാങ്ക് ഒരു വലിയ ഗൾഫിലുള്ള വാട്ടർ ടാങ്ക് മുസ്തൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. സോ ഈ വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ വലിയ ഒരു ടാങ്ക് ഇങ്ങനെ ഒരു
ഒരു മകുടം രൂപത്തിലുള്ളത്. ഇതിൻ്റെ മുകളിൽ ധാരാളം ചെറിയ പില്ലേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ആലോചിച്ചിട്ട് മനസ്സിലായി ഇതെന്തിനാ ഒരു വലിയ പില്ലറിൻ്റെ മുകളിൽ കെട്ടിപ്പൊക്കിയ ഒരു ടാങ്കിന് ഈ ചെറിയ പില്ലേഴ്സ് ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ ഡിസൈനിങ്ങിന് കൊടുത്തതായിരിക്കും. അദ്ദേഹത്തിനൊരു സംശയം. ഒരു ദിവസം ഒരു ഒഴിവ് കിട്ടിയപ്പോൾ പുള്ളി വെറുതെ നിർത്തി അതിൻ്റെ അടുത്ത് പോയി. അതിൻ്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച വെച്ചാൽ അതിൻ്റെ മുകളിൽ പില്ലറുകളേ ഇല്ല, പകരം ലൈറ്റുകളാണ്. ഞാൻ പറഞ്ഞു വന്നത് ആ ലൈറ്റ് ഉപയോഗിച്ചിട്ട് ഇല്ലാത്തൊരു പില്ലർ അവരവിടെ സൃഷ്ടിച്ചു. സോ ഇങ്ങനെ നമുക്ക് ലൈറ്റിന് സാധ്യതകളുണ്ട്. അതായത് ഇപ്പം അദ്ദേഹത്തിന്റെ കണ്ണുകളാണ് അദ്ദേഹത്തോട് പറഞ്ഞത് അതിനെ സപ്പോർട്ടീവായിട്ട് പില്ലേഴ്സ് ഉണ്ട്. പക്ഷെ സത്യത്തിൽ അങ്ങനെ ഒരു പില്ലർ അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു വീഡിയോ ഉണ്ട് നമ്മളെ അലി ബൈ നമ്മൾ ഇതുപോലെ ചൈനയിൽ നിൽക്കുമ്പോൾ ഒരു പിക്ചർ ബാക്കിയുള്ള എല്ലാവരുടെയും ഒരു പിക്ചർ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കിടക്കുന്നത്. എത്ര നോക്കാം, ഞാൻ കത്തുന്ന പിക്ചറാണ് ഓണിക്സ് മാർബിൾ പോലെ. ഞാൻ പോയി നോക്കിയപ്പോൾ കത്തുന്ന കൈ ഇങ്ങനെ വെച്ചപ്പോൾ കൈയിൻ്റെ അടയാളം വന്നു. അപ്പോൾ തിരിഞ്ഞ് ബാക്കോട്ട് നോക്കിയപ്പോഴാണ് ഒരു ലൈറ്റ് ആ പിക്ചറിന്റെ സൈസ് ഫോക്കസ് ചെയ്തിട്ട് അതിലേക്ക് അടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഈ ബാക്കിൽ നിന്ന് വരുന്ന ലൈറ്റാണ് ആ പിക്ചറിനെ കത്തി ജ്വലിപ്പിച്ച് നിൽക്കുന്നത്. അങ്ങനെ ഒരുപാട് ടിപ്സുകളുണ്ട്. ഏതായാലും നമ്മളെ ഇന്റർവ്യൂ നീണ്ടു പോകണേ. നിങ്ങൾ വീടൊരുക്കുന്ന ആളുകളുടെ ഒരൊറ്റ ചോദ്യം, ഈ ആശനോട് ചോദിച്ച ഈ കിട്ടിയ വിവരം നിങ്ങൾക്ക് നല്ല നോളജ് ആയിരിക്കും പ്രതീക്ഷിക്കുന്നു. ഒരു ലോങ് ഇന്റർവ്യൂവിലേക്ക് നമുക്ക് പോവാം. പക്ഷേ ഇനി എന്താണ് നിങ്ങൾക്ക് ഇത് അറിയേണ്ടതെന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതിൽ കമന്റിൽ അറിയിക്കുകയാണെങ്കിൽ അത് ഉൾപ്പെടുത്തിയിട്ട് നമുക്കൊന്നും കൂടെ ഇരിക്കാം. കാരണം നിങ്ങൾക്ക് സമയമില്ല. അപ്പോൾ എന്താ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ഈ വീടെടുക്കുന്ന ആളുകൾക്ക് ഇതുപോലത്തെ സംശയങ്ങളും ഡൗട്ടുകളും ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കുക. യൂട്യൂബ് ചാനലിൽ താഴെ നിങ്ങൾ കമന്റ് അടിക്കുകയാണെങ്കിൽ ആ ചോദ്യങ്ങൾ ക്രോഡീകരിച്ചിട്ട് യാഷ്വായിന്റെ കൂടെ ഒന്നും കൂടി ഇരിക്കും. വീട് ഒരുക്കിയവരും ഒരുക്കാൻ പോകുന്നവരും ലൈറ്റിനെ കുറിച്ച് അറിയാൻ ഒരുപാട് നോളജ് ആയിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡ് വരും. സിലാൻ മുസ്തഫ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. താങ്ക് യു ആഷ്. താങ്ക് യു.